കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന കാഴ്ചകളിലേക്കാണ്. ആശ്രാമം മൈതാനം നിറഞ്ഞു കവിയുന്ന കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. റെഡ് വോളണ്ടിയർമാർ നിറഞ്ഞ് ഒരു ചുവന്ന കടലായി അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആശ്രാമം മൈതാനത്തേക്ക് എത്തുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, 2.5 ലക്ഷത്തോളം ആളുകൾ അണിനിരക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ ഉപരി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ആശ്രമ മൈതാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഇവിടുത്തെ കാഴ്ചകൾ എന്താണ്? ഞാൻ കുറച്ച് മുൻപ് ലൈവ് നൽകിയ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയുള്ള KSRTC ജംഗ്ഷൻ, ഇതുവഴി ബസ്സിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഭാഗത്ത് നിന്ന് ബസ് വന്ന് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്താണുള്ളത്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളമുണ്ട് ആശ്രാമം മൈതാനത്തേക്ക്. അവിടേക്ക് പോകാൻ വേണ്ടി, അതായത് ഇതിൻ്റെ മുമ്പിൽ കുറേവേ ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രകടനം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല. അത്രമേൽ തിരക്കാണ്. കാരണം ഇവിടെ നിന്ന് നേരെ ചെല്ലുക, ഈ റോഡ് തിരിഞ്ഞ് അല്പം ഒരു 1/2 കിലോമീറ്ററോളം മുമ്പോട്ട് ചെന്നാൽ ആശ്രാമം മൈതാനമായി. പക്ഷേ ആശ്രാമം മൈതാനത്തിലേക്ക് പ്രകടനത്തിന് എത്താൻ പറ്റാത്തത്ര രീതിയിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് കാണാം. ചെങ്കൊടിയുമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന് ശക്തമായ അടിത്തറയുള്ള സ്ഥലമാണ്. കശുവണ്ടി മേഖലയാണ്, കിഴക്കേട്ട് പോയാൽ കാർഷിക മേഖലയാണ്. അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശക്തമായ വേരോട്ടവും ശക്തമായ സംഘടനാ സംവിധാനവും ഒക്കെയുള്ള ജില്ലയാണ് കൊല്ലം. ആ സംഘടനാ സംവിധാനത്തിൻ്റെയും പാർട്ടിയുടെ ശക്തിയും വിളിച്ചോതുന്ന ഒരു പ്രകടനം തന്നെയാണ്. കാരണം ഇത് ഒരു മേഖലയിൽ നിന്നുള്ള പ്രകടനമാണ്. അതായത് കൊല്ലം ജില്ലയുടെ വടക്കൻ മേഖലയിൽ നിന്നും വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുമൊക്കെ ആളുകൾ എത്തി ഹൈസ്കൂൾ ജംഗ്ഷനിൽ ചേർന്ന് അവിടെ നിന്ന് പ്രകടനമായി സമ്മേളന സ്ഥലത്തേക്ക് അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ, വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ സകുടുംബമാണ് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രകടനത്തിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത്ര രീതിയിൽ ഈ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് ചെങ്കടലായി CPM പ്രവർത്തകർ അങ്ങ് ആശ്രാമം മൈതാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, കണ്ണിനെ നമ്മൾ സാധാരണ നിലയിൽ കണ്ണ് ചുമക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് എവിടെ നോക്കിയാലും ചുവപ്പ് മാത്രമേ കാണുകയുള്ളൂ. എവിടെ നോക്കിയാലും ചുവപ്പ് കൊടിയും പിടിച്ച് ആളുകൾ പോകുന്ന അങ്ങ് ആ സമ്മേളന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എവിടെ നോക്കിയാലും ചുവന്ന നിറം മാത്രം, എവിടെ നോക്കിയാലും ഇൻക്ലാബ് വിളികൾ മാത്രം ഉയരുന്ന കൊല്ലം നഗരിയാണ് നമ്മൾ കാണുന്നത്. നിറഞ്ഞുകൂടുന്ന, നോക്കൂ എത്രമാത്രം ജനങ്ങളാണ്, എത്രമാത്രം സഖാക്കളാണ് അവിടെ അണിചേർന്നിരിക്കുന്നത്. 2 ലക്ഷം എന്നുള്ള നമ്പറൊക്കെ ഒരു പക്ഷേ കടന്നുപോകും. അത്രമാത്രം ശക്തമാണ്, അത്രമാത്രം വ്യക്തമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാവുകയാണ്. പൊതുസമ്മേളനത്തിലേക്ക് ഇതാ പാർട്ടി സെക്രട്ടറിയും വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദനും പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതാ ആശ്രമ മൈതാനത്തിലെ യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേരുകയാണ്. സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള യെച്ചൂരി നഗറിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച. അത്രമാത്രം ജനങ്ങളാണ്. വാഹന നിയന്ത്രണമൊക്കെ രാവിലെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി ചുവന്ന സേനയുടെ റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ രീതിയിൽ ആബാലവൃദ്ധം സഖാക്കളും ഇതിന്റെ ഭാഗമാവുകയാണ്. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് ഇതാ സമാപനമാകുന്നു. 38,426 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 2,444 ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, 14 ജില്ലാ സമ്മേളനങ്ങൾ. ഒടുവിൽ ഇതാ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പരിസമാപ്തിയാകും.